ഹലോ ഓൾസോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ജെഇ സ്പ്രിന്റ് ഫുൾ മോഡൽ ടെസ്റ്റ് സീരീസിലെ മാത്സിലെ സൊല്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എക്സ് മൈനസ് 1/x ഓൾ റേസ് ടു 4 ഇൻടു എക്സ് പ്ലസ് 1/x ഓൾ ക്യൂബ്. നമുക്കറിയാം ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് നേരെ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എക്സ് മൈനസ് 1/x ഓൾ റേസ് ടു 4 എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 4c0 എക്സ് റേസ് ടു 4 minus 4c1 x square plus 4c2 minus 4c3 1 by x square plus 4c4 1 by x raised to 4 എന്ന് കിട്ടും. x minus 1 by x all raised to 4 എക്സ്പാൻഡ് ചെയ്താൽ ഒന്നുമില്ല, സാധ്യത നമ്മൾ a minus b all raised to n എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഇതും എന്ത് ചെയ്തത്, എക്സ്പാൻഡ് ചെയ്തത്. അടുത്ത നമ്മൾക്ക് എക്സ് പ്ലസ് 1/x ഓൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യാം. അത് എക്സ്പാൻഡ് ചെയ്താൽ നമ്മൾക്ക് 3c0 എക്സ് ക്യൂബ് പ്ലസ് 3c1 എക്സ് പ്ലസ് 3c2 1/x പ്ലസ് 3c3 1/x ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് രണ്ടും എക്സ്പാൻഡ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഈ രണ്ട് പോളിനോമിയൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും അതിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന ഒരു ടേം ഉണ്ടാവില്ല. ഓക്കെ, ഓഫ് കോഴ്സ് അവിടെ എക്സ് ഉണ്ടാവും. സോ ദാറ്റ് മീൻസ് ഇവിടെ ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദി എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി 0 ആണ്. ഇതിങ്ങനെ ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു ടിപ്പിക്കൽ ജെ ആസ്പിരൻറ്റിന് ഒരു 10-20 സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റിനിലോട്ട് പോവാം. If sin inverse 2a by 1 plus a square plus sin inverse 2b by 1 plus b square is equal to 2 tan inverse x, then x is equal to. നമുക്കറിയാം ഡയറക്റ്റ് ആണിത്. സൈൻ ഇൻവേഴ്സ് 2a by 1 plus a square എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി 2 tan inverse a ആണ്. സൈൻ ഇൻവേഴ്സ് 2b by 1 plus b square എന്ന് പറഞ്ഞാൽ 2 tan inverse b ആണ്. ഇസിക്കൽ ടു 2 tan inverse x എന്ന് തന്നിട്ടുണ്ട്. സോ ത്രൂ ഔട്ട് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കട്ടായി പോവും. tan inverse a പ്ലസ് tan inverse b എന്ന് പറഞ്ഞാൽ നമുക്കറിയാം tan inverse a പ്ലസ് b ബൈ 1 മൈനസ്. സോ എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്ട്ലി പറയാൻ പറ്റും a പ്ലസ് b ബൈ 1 മൈനസ് എ ബി. നമ്മുടെ NCERT ലെവലിലുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ്. ഡയറക്ട്ലി നമ്മൾക്ക് ചെയ്യാൻ പറ്റി. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ചാപ്റ്ററിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു ഓക്കെ, ഒരു പീസ് വൈസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ എക്സ് സ്ക്വയർ പ്ലസ് കെ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് കെ വെൻ എക്സ് ലെസ് ദാൻ 0. നമ്മൾക്കറിയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂവും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കണ്ടിന്യൂസ് ആണെന്ന് പറയാം. സോ ഇവിടെ ലിമിറ്റ് x tends to 0 plus f of x ആദ്യം ചെക്ക് ചെയ്യാം. ലിമിറ്റ് x tends to 0 plus f of x ചെയ്താൽ k എന്ന് കിട്ടും. സോ സിമിലർലി ലിമിറ്റ് x tends to 0 minus f of x ചെയ്യാം. 0 minus f of x ഇവിടെ മൈനസ് k എന്ന് കിട്ടും. ഇനി ഫംഗ്ഷന്റെ വാല്യൂ ചെക്ക് ചെയ്യാം. f of x നമ്മൾക്ക് k എന്ന് കിട്ടും. സോ ഫംഗ്ഷൻ ഓൾറെഡി കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട് at x is equal to 0. ദാറ്റ് മീൻസ് ഇവിടെ k is equal to minus k is equal to k എന്ന് വരണം. ഇങ്ങനെ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഒറ്റൊരു വാല്യൂ കേക്ക് സാറ്റിസ്ഫൈ ആവുള്ളൂ, അത് 0 ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ 0 ആണ് നമ്മുടെ ആൻസർ. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ എസെൻട്രിസിറ്റി ഓഫ് എ ഹൈപ്പർബോള പാസിംഗ് ത്രൂ ദി പോയിന്റ്സ് 3,0 3√2,2 വിൽ ബി. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ സിമ്പിൾ ആണ്. നമ്മൾക്ക് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ അറിയാം. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ഈ ഒരു ഹൈപ്പർബോള 3,0 പാസ് ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി ഗിവൺ ആണ്. നമ്മൾക്ക് 3,0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 3,0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾക്ക് 9 ബൈ എ സ്ക്വയർ മൈനസ് 0 ബൈ ബി സ്ക്വയർ ഇസിക്കൽ ടു 1 കിട്ടും. സോ നമ്മൾക്ക് എ സ്ക്വയറുടെ വാല്യൂ കിട്ടും 9 ആണ്. സോ സിമിലർലി 3√2,2 പാസ് ചെയ്യുന്നുണ്ട്. അതും കൂടി നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ 3√2 ഹോൾ സ്ക്വയർ ബൈ എ സ്ക്വയർ 9 ആണെന്ന് അറിയാം. 9 മൈനസ് 4 ബൈ ബി സ്ക്വയർ ഇസിക്കൽ ടു 1. 3√2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 സ്ക്വയർ 9 ആണ്, 2 സ്ക്വയർ 4 ആണ്. സോ അത് നമ്മൾ
ഇത് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ അവിടെ 18/9 2 എന്ന് വരും. സോ ബി സ്ക്വയർ നമ്മൾക്ക് ഇവിടെ 4 എന്ന് കിട്ടും. സോ നമ്മൾക്ക് എ സ്ക്വയർ കിട്ടി, ബി സ്ക്വയർ കിട്ടി. എസെൻട്രിസിറ്റി ആണ് ചോദിച്ചത്. എസെൻട്രിസിറ്റി ഈസ് നത്തിങ് ബട്ട് നമ്മൾക്ക് ഡയറക്ട്ലി പറയാൻ പറ്റുന്നതാണ്. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. സോ റൂട്ട് ഓഫ് 1 പ്ലസ് ബി സ്ക്വയർ എത്രയാ? 4/9. സോ ദിസ് ഈസ് ഇക്വൽ ടു റൂട്ട് 13/9 എന്ന് വരും. സോ ആൻസർ റൂട്ട് 13/3 ആയിരിക്കണം നമ്മുടെ ഫൈനൽ ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. യെസ്, ഓപ്ഷൻ ബി. ഇത് നമ്മൾക്ക് ഡയറക്ട്ലി ചെയ്യാൻ പറ്റി. അത്രയും പാടുണ്ടായിരുന്നില്ല ഈ ഒരു ചോദ്യം. ഇത് കോണിക് സെക്ഷൻ ഹൈപ്പർബോളയിലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 പോവാം. യെസ്, ഇത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനന്റിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ 2 മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. RHS ഉം LHS ഉം തന്നിട്ടുണ്ട്. XYZ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കുറേ പേര് ഇത് അഡ്ജോയിന്റ് ഒക്കെ വെച്ച് ചെയ്യും. ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് സിമ്പിളായി ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതിന്റെ RHS ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. RHS സിംപ്ലിഫൈ ചെയ്താൽ 4 × 2 8, 8 - 2 6 എന്ന് കിട്ടും. 0 × 2 0 - 6 എന്ന് കിട്ടും. -1 × 2. സോ നമ്മൾക്ക് RHSലുള്ള മെട്രിക്സ് കിട്ടി 6 - 6 0. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 × x x 2 × y നമ്മൾക്ക് x + 2y + 3z എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡും കിട്ടുന്നത് ഒരു മെട്രിക്സ് ആയിരിക്കും. പിന്നെ 3x + y - 2z എന്ന് കിട്ടും. സിമിലർലി 2x + 3y + z എന്ന് കിട്ടും. സോ ഇത് മൂന്നും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഇനി സിമ്പിൾ ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. x + 2y + 3z 6 സാറ്റിസ്ഫൈ ആവുന്ന ഇതിൽ ഏത് ഓപ്ഷനാണ് ഉള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ വെച്ച് ചെക്ക് ചെയ്യാം. എക്സിന് -4 കൊടുത്താൽ -4 + 4 0 ആയി പോയി. 3 × 2 6. യെസ്, ഓപ്ഷൻ എ തന്നെ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ജെഇ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മൾട്ടിപ്പിൾ കറക്റ്റ് അല്ല, ഒന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. പിന്നെ ബിയും സിയും ഡിയും നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ആൻസർ എ ആണ് ഓപ്ഷൻ. സോ നമുക്ക് നേരെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. If the 9th term of an AP be 0, then the ratio of its 29th and 19th term ആണ് ചോദിച്ചത്. അപ്പോൾ APയുടെ 9th term 0 ആണ്. സോ നമുക്കറിയാം A + 8D 0 ആണ്. അങ്ങനെയാണെങ്കിൽ A എന്ന് പറഞ്ഞാൽ -8D ആണ്. നമ്മളോട് ചോദിച്ചത് 29th ടേമിൻ്റെയും 19th ടേമിൻ്റെയും റേഷ്യോ ആണ്. സോ 29th ടേം എന്ന് പറഞ്ഞാൽ A + 28D ബൈ 19th ടേം എന്ന് പറഞ്ഞാൽ A + 18D ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -8D + 28D ബൈ -8D + 18D. സോ ഇത് 20/10 എന്ന് കിട്ടും. 20/10 എന്ന് പറഞ്ഞാൽ 2/1. റേഷ്യോ 2s 2:1. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. സോ ഇതും സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദി സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx = xy + x + y + 1 ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളൊരു ചോദ്യമാണ്. സോ നമുക്ക് ആദ്യം ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. വേരിയബിൾ സെപ്പറേബിൾ ആണോ എന്ന് നോക്കാം. dy/dx = x കോമൺ ആയി എടുത്താൽ x × y + 1 + y + 1 എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ dy/dx = ഇതിനെ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അത് x + 1 × y + 1 ആണ്. ഇനി വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും 1/y + 1 dy = x + 1 dx എന്ന് കിട്ടും. ഇനി രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമ്മൾക്ക് ആൻസർ log y + 1 x² + x + k എന്ന് കിട്ടും. x²/2 + x + k. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. യെസ്, ഓപ്ഷൻ ബി ആണ്. നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്തതിൽ കിട്ടും log y + 1 = x²/2 + x + c എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ ബി ആണ്. ഇതും നമ്മൾക്ക് ഈസിലി കിട്ടി. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8 പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ഇന്റഗ്രേഷൻ എന്നുള്ളൊരു ചോദ്യമാണ്. ഇന്റഗ്രൽ ax² - b by x × √c² x² - a × x² + b whole². സോ പൊതുവേ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിലെ ക്വസ്റ്റ്യൻ ഈസിയാണ്. പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് സ്കില്ലുള്ള ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈസിലി പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യണം. പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇത് ഏത് ടൈപ്പ് ചോദ്യമാണെന്ന്.
ഇതുപോലത്തെ ചോദ്യം മുമ്പ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. ഞാനിത് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പെൻസിൽ ഈ ചോദ്യം മനസ്സിലാവും, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും എനിക്കിങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? പക്ഷെ പറ്റും. കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ ഞാൻ ആദ്യം ചെയ്യണത് എക്സ് സ്ക്വയർ കോമൺ ആയി എടുക്കുക. എക്സ് സ്ക്വയർ കോമൺ ആയി എടുക്കുകയാണെങ്കിൽ എൻ്റെ ന്യൂമറേറ്ററിൽ എ മൈനസ് ബി ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ അവിടെ റൂട്ട് ഉണ്ട്. റൂട്ടിനകത്ത് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. റൂട്ടിനകത്ത് നമ്മൾക്ക് സി സ്ക്വയർ മൈനസ് അവിടുന്ന് എക്സ് സ്ക്വയർ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എ എക്സ് പ്ലസ് ബി ബൈ എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ എക്സ് സ്ക്വയറിൽ നിന്ന് ഒരു എക്സ് അകത്തോട്ട് എടുത്താൽ സി സ്ക്വയർ എക്സ് സ്ക്വയർ എന്നായി. ഇവിടെ ഒരു എക്സ് വന്നു, ആ എക്സ് അകത്തോട്ട് പോകുമ്പോൾ എ എക്സ് സ്ക്വയർ എന്നായി, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എന്നായി. സോ വിച്ച് ഈസ് എക്സാക്ട്ലി സെയിം. സോ ഇതിനെ എനിക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ പകുതിയും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി ഡയറക്റ്റ് ടി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. സോ ഇനി എന്ത് ചെയ്യുക? പുട്ട് ഈ എക്സ് സ്ക്വയറും കട്ട് ചെയ്ത് കളയാം. പുട്ട് എ എക്സ് പ്ലസ് ബി ബൈ എക്സ് ഇസ് ഇക്വൽ ടു ടി. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? എ മൈനസ് ബി ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഇക്വൽ ടു ഡി ടി എന്ന് കിട്ടും. ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഇന്റഗ്രൽ മാറും. നമ്മുടെ ഇന്റഗ്രൽ എ മൈനസ് ബി ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഡി ടി ബൈ റൂട്ട് സി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ എന്ന് വരും. ഇന്റഗ്രൽ ഡി ടി ബൈ റൂട്ട് സി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ എന്ന് വരും. ഇതിന്റെ ഇന്റഗ്രൽ നമ്മൾക്ക് ഓൾറെഡി അറിയാം. ഇന്റഗ്രൽ സൈൻ ഇൻവേഴ്സ് ടി ബൈ സി ആണ് ഇതിന്റെ ഇന്റഗ്രൽ. സോ സൈൻ ഇൻവേഴ്സ് ടി ബൈ സി പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൂടി ഇടണം. ഇവിടെ ഓൾറെഡി ഒരു സി ഉള്ളത് കൊണ്ട് കോൺസ്റ്റന്റ് നമ്മൾക്ക് എ എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ ആൻസർ. ടി എന്താണെന്ന് നമ്മൾക്ക് ഓൾറെഡി അറിയാം, എ എക്സ് പ്ലസ് ബി ബൈ എക്സ്. സോ സൈൻ ഇൻവേഴ്സ് എ എക്സ് പ്ലസ് ബി ബൈ എക്സ് ബൈ സി പ്ലസ് കെ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ എ എക്സ് പ്ലസ് ബി ബൈ എക്സ്. എസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. സോ ഇത് എല്ലാവർക്കും ചെയ്യാം. സോ വേറൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. സർ എങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു എന്ന് ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ നോക്കിയേ ഒരു എ എക്സ് മൈനസ് ബി ബൈ എക്സ്, എ എക്സ് പ്ലസ് ബി ബൈ എക്സ് എന്നൊക്കെ കാണുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അതിനർത്ഥം ഇവിടുന്ന് ഒരു എക്സ് കോമൺ ആയി പുറത്തെടുത്താലേ ഈ ഒരു ഫോമിലോട്ട് കൺവേർട്ട് ആവും. ഇവിടെ എക്സ് കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിലും ആ പരിപാടി ചെയ്യണം, കട്ടായി പോകാനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയായി മാറും. പിന്നെ ഡിനോമിനേറ്ററിൻ്റെയും ന്യൂമറേറ്ററും കമ്പയർ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻഷ്യബിൾ ആണോ ചെക്ക് ചെയ്താൽ പിന്നെ ടി സബ്സ്റ്റിറ്റ്യൂഷൻ ഡയറക്ട്ലി ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളൊരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഇത് ഡയറക്റ്റ് ഡിഫറൻസിയേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് y തന്നിട്ടുണ്ട്. y is equal to sec root of a plus bx. then dy by dx ആണ് നമ്മളോട് ചോദിച്ചത്. നമുക്കറിയാം dy by dx, sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x ആണ്. സോ sec root a plus bx ന്റെ ഡെറിവേറ്റീവ് sec root a plus bx tan root a plus bx into root a plus bx ന്റെ ഡെറിവേറ്റീവ് 1/2 root a plus bx into bx ന്റെ ഡെറിവേറ്റീവ് b. ഇതാണ് നമ്മുടെ ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഒന്ന് സ്ലൈറ്റ്ലി റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഓപ്ഷൻ ഉള്ളത്. സോ അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 9. നമുക്കിനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10 പോവാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 10. വെക്ടർ ഓൾജിബ്രയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ദ പോയിന്റ്സ് ഒ എ ബി സി ഡി ആർ സച്ച് ദാറ്റ് ഒ എ എന്ന് പറഞ്ഞാൽ എ ആണ്, ഒ ബി എന്ന് പറഞ്ഞാൽ ബി ആണ്, ഒ സി എന്ന് പറഞ്ഞാൽ 2a plus 3b, ഒ ഡി എന്ന് പറഞ്ഞാൽ a minus 2b. ബേസിക്കലി എല്ലാം വെക്ടേഴ്സ് ആണ്. ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ തന്നിട്ടുണ്ട് വെക്ടറിന്റെ 3 mod b. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ബി ഡി ആൻഡ് എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആയിക്കോട്ടെ, ബി ഡി ആൻഡ് എ സിയുടെ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾക്ക് ബി ഡി എന്താണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡയറക്റ്റ്ലി നമ്മൾക്ക് പറയാൻ പറ്റും ഒ ഡി മൈനസ് ഒ ബി അല്ലേ ബി ഡി. ഒ ഡി ഇവിടെ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഒ ഡി എന്ന് പറഞ്ഞാൽ എ മൈനസ് 2b, ഒ ബി എത്രയാണ്? മൈനസ് ബി. സോ നമ്മുടെ ബി ഡി നമ്മൾക്ക് കിട്ടി എ മൈനസ് 3b ആണ് നമ്മുടെ ബി ഡി. സിമിലർലി നമ്മൾക്ക് എ സി കണ്ടുപിടിക്കാം. വെക്ടർ എ സി ആണ്. സോ വെക്ടർ എ സി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും ഒ സി മൈനസ് ഒ എ ആണ് നമ്മുടെ വെക്ടർ. നമ്മൾക്ക് ഒ സി ആരാ നോക്കാം. ഒ സി എന്ന് പറഞ്ഞാൽ 2a plus 3b ആണ്. ആൻഡ് അതേപോലെ ഒ എ ആരാ നോക്കാം. ഒ എന്ന് പറഞ്ഞാൽ എ ആണ്. നമ്മൾക്ക് 2a minus a plus
3b എന്ന് കിട്ടി എ സി. നമ്മൾക്കറിയാം ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എ മൈനസ് 3b ഇൻറ്റു എ പ്ലസ് 3b ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഡി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സി. എ മൈനസ് 3b ഇൻറ്റു എ പ്ലസ് 3b എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, ബേസിക്കലി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിനെ നമ്മൾക്ക് എ സ്ക്വയർ മൈനസ് 9b സ്ക്വയർ ബൈ ബി ഡി ഇൻറ്റു എ സി എന്ന് എഴുതാം. എ എന്ന് പറഞ്ഞാൽ 3b എന്ന് തന്നിട്ടുണ്ട്. സോ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9b സ്ക്വയർ ആണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. സോ ബേസിക്കലി 9b സ്ക്വയർ മൈനസ് 9b സ്ക്വയർ ബൈ ബി ഡി ഇൻറ്റു എ സി. സോ ന്യൂമറേറ്റർ 0 ആയി. സോ നമ്മുടെ കോസ് തീറ്റ 0 ആയി. കോസ് തീറ്റ എപ്പോഴായിരിക്കും 0 ആവുക? π/2. സോ π/2 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. സോ ആൻസർ നൺ ഓഫ് ദിസ് ആണ്. ആൻസർ ശരിക്കും π/2 ആണ്. അപ്പോൾ വെക്ടർ ഓൾജിബ്രയിൽ നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 10. നമുക്ക് നേരെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 11 കോംപ്ലക്സ് നമ്പറിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഡയറക്റ്റ് കിട്ടും. കോൺജുഗേറ്റ് എടുക്കാൻ അറിയുന്ന എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. സോ നമ്മൾക്ക് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 ഇൻറ്റു 1 പ്ലസ് ഐ പ്ലസ് 3 ഇൻറ്റു 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ. ഇത് സിംപ്ലിഫൈ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ 2 കിട്ടും. ന്യൂമറേറ്റർ ചെയ്ത് നോക്കാം. 2 പ്ലസ് 3 5 ആൻഡ് 2i മൈനസ് 3i മൈനസ് ഐ എന്ന് കിട്ടും. അതേപോലെ അടുത്തൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, അതും സിംപ്ലിഫൈ ചെയ്യാം. 2 പ്ലസ് 3i ബൈ 4 പ്ലസ് 5i ഇൻറ്റു 4 മൈനസ് 5i ബൈ 4 മൈനസ് 5i ഉണ്ട്. ഇത് സിംപ്ലിഫൈ ആണെങ്കിൽ നമ്മൾക്ക് ഡിനോമിനേറ്ററിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ 16 പ്ലസ് 25 14 1 എന്ന് കിട്ടും. ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യാം. 2 ഇൻറ്റു 4 8 ആണ്. 2 ഇൻറ്റു മൈനസ് 5i മൈനസ് 10i 3i ഇൻറ്റു 4 പ്ലസ് 12i ദെൻ 3i ഇൻറ്റു മൈനസ് 5i നമുക്ക് പ്ലസ് 15 എന്ന് കിട്ടും. സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 23 12i മൈനസ് 10i എന്ന് പറഞ്ഞാൽ പ്ലസ് 2i ബൈ 41 ആണ്. ഓക്കെ, സോ ഇത് ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ സിംപ്ലിഫൈ ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ ആൻസർ കിട്ടും ഇൻറ്റു 5 മൈനസ് ഐ ബൈ 2. സോ ഒരു കാര്യം ഉറപ്പാണ്, ഡിനോമിനേറ്റർ 82 ആയിരിക്കും. അതിപ്പോൾ എല്ലാ ഓപ്ഷൻ നോക്കിയാലും അങ്ങനെ തന്നെയാണുള്ളത്, അതിൽ കാര്യമില്ല. സോ 23 ഇൻറ്റു 5 115 മൈനസ് 23i പ്ലസ് 10i പ്ലസ് 2. സോ അവർ ആൻസർ 115 മൈനസ് 13i ബൈ 82 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്ഷൻ സി ആണ്. കോംപ്ലക്സ് നമ്പറിൽ നിന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 12 നമ്മൾക്ക് സെൻറ്റർ ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിന്റെ സെൻറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് ആ സർക്കിൾ എക്സ് പ്ലസ് വൈ ഇക്വൽ ടു 1 എന്ന ലൈനെ ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. സോ സെൻറ്റർ തന്നിട്ടുണ്ടെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ റേഡിയസും കൂടി വേണം. റേഡിയസ് ഇവിടെ ഡയറക്റ്റ്ലി കിട്ടും. നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ആ പോയിന്റ് എടുത്ത് ലൈനിൽ ഇട്ട് കൊടുക്കുക. ഇതിന് നേരെ നമ്മൾ സോൾവ് ചെയ്യാം. സോ ഇവിടെ മോഡുലസ് ഓഫ് 2 പ്ലസ് 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്ന് വരും. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. സോ ഇത് ചെയ്താൽ നമുക്ക് 2 റൂട്ട് എന്ന് കിട്ടും. ആൻസർ 8/√2 എന്ന് പറഞ്ഞാൽ 2 റൂട്ട് ആണ്. സോ ഇക്വേഷൻ കണ്ടുപിടിക്കാം. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു 2 റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് 4 മൈനസ് 4x അതേപോലെ വൈ സ്ക്വയർ മൈനസ് y സ്ക്വയർ പ്ലസ് 9 മൈനസ് 6y ഈസ് ഇക്വൽ ടു 8 എന്ന് എഴുതാം. സോ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 6y 4 പ്ലസ് 9 13 മൈനസ് 5 പ്ലസ് 5 ഈസ് ഇക്വൽ ടു 0. ഓപ്ഷൻ എ ആണ് ആൻസർ. കോണിക് സെക്ഷനിലെ ഒരു ചോദ്യമായിരുന്നു. നമുക്ക് എന്നാൽ നേരെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 30 നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഏരിയ അണ്ടർ കർവിന്റെ ഒരു ചോദ്യമാണ്. ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y is equal to modulus of x square minus 9 and the line y is equal to 3. ഇതാണ് ചോദിച്ചത്. സോ ആദ്യം ഇവിടെ ഫിഗർ വരക്കാൻ അറിയണം. ഫിഗർ വരച്ചാൽ തന്നെ ക്വസ്റ്റ്യൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ എക്സ് സ്ക്വയർ മൈനസ് 9 എന്ന് പറഞ്ഞാൽ അതൊരു മോഡുലസ് ഫംഗ്ഷൻ്റെ അകത്താണുള്ളത്. നമ്മൾക്കറിയാം ആ ഒരു ഫംഗ്ഷൻ -3 തൊട്ട് 3 വരെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? -3 തൊട്ട് 3 വരെ ഓപ്പൺ ഡൗൺവേർഡ് പാരാബോള ആയിരിക്കും ഓപ്പൺ ആവുക. 3 to ഇൻഫിനിറ്റി വരെ പോസിറ്റീവ് ആയിരിക്കും. -∞ തൊട്ട് -3 വരെയും ഫംഗ്ഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ഈ ഒരു കേർവ് എന്ന് പറഞ്ഞാൽ 9 - x² ആണ്.
കാരണം അത് നെഗറ്റീവ് സൈൻ കൊണ്ട് ഓപ്പൺ ആയി. ഇവിടെയൊക്കെ നമ്മുടെ ഫംഗ്ഷൻ x² - 9 വെച്ച് തന്നെ ഓപ്പൺ ആവും. ഇനി നമ്മുടെ ചോദ്യം എന്താണെന്ന് നോക്കാം. y = 3 എന്ന ലൈനായി ബൗണ്ട് ചെയ്യുന്ന ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മുടെ റിക്വയർഡ് ഏരിയ, ഞാൻ ഈ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്ത ഏരിയ ആണ് എൻ്റെ റിക്വയർഡ് ഏരിയ. ഓക്കെ, സോ ഇവിടെ നമ്മൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാം. -3, -3, 0, ഇവിടെ 3, 0 ആൻഡ് ഇവിടുത്തെ കോർഡിനേറ്റ് വിൽ ബി 0, 9. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കൂടി അറിയുന്നുണ്ടെങ്കിൽ സെറ്റാണ്. ഓക്കെ, സോ നമുക്ക് ഓഫ് കോഴ്സ് അറിയാം, നമ്മൾ NCERT ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്തിട്ടുണ്ട്, സിമെട്രിക്കലാണ്. സോ ഒരു ഭാഗം ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, സോ നമുക്ക് നേരെ ഇൻ്റഗ്രേഷൻ്റെ ഇക്വേഷൻ എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു our required area is equal to 2 into integral 0 to 3. കാരണം 0 to 3 വരെ നമ്മൾക്ക് ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 0 to 3 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ കേവ് ആരാ നോക്കാം. കേവ് എന്ന് പറഞ്ഞാൽ √9 + y dy. ഓക്കെ, പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, √9 + dy മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമ്മൾക്ക് ആൻസർ കിട്ടൂലല്ലോ. കാരണം നമ്മൾക്ക് ഇതിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്യണം? ഈ പാർട്ടിനെ കൂടി സബ്ട്രാക്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. √9 + y മൈനസ് √9 - y dy. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗം ഇൻ്റഗ്രേറ്റ് ചെയ്തു, അടുത്ത ഭാഗം സബ്ട്രാക്ട് ചെയ്തു. പ്ലസ് 2 into ഇൻ്റഗ്രൽ. ഇനി 3 to 9 ബാക്കിയുള്ള ഭാഗം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. √9 - y dy. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ ആൻസർ കിട്ടാവുന്നതാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പോയി ചെയ്തു തരാം. സോ ചില ആൾക്കാർക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, ഈ ഒരു സ്ലൈഡ്. സോ ഇവിടെ ഞാൻ 2 ത്രൂ ഔട്ട് കോമൺ ആയി എടുക്കുവാണ്. സോ 2 ത്രൂ ഔട്ട് കോമൺ ആയി എടുക്കുവാണെങ്കിൽ ബാക്കി ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരുമെന്ന് നോക്കാം. 9 + y, 9 + yൻ്റെ ഇൻ്റഗ്രൽ എനിക്ക് എഴുതാൻ പറ്റും 2/3 into 9 + y all raised to 3/2. ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരിക? ലിമിറ്റ് 0 to 3 വരെയാണ് നമ്മുടെ ലിമിറ്റ്. പിന്നെ ഇവിടെ മൈനസും പ്ലസ് ആയിപ്പോയി. പ്ലസ് എഗെയിൻ 2/3 into 9 - y all raised to 3/2. അവിടെയും ലിമിറ്റ് 0 തൊട്ട് 3 വരെയാണ്. അടുത്തത് അവിടെ മൈനസ് ആയിപ്പോയി. -2/3 into 9 - y all raised to 3/2. ലിമിറ്റ് എത്രയാ നോക്കാം. ലിമിറ്റ് ഇവിടെ 3 to 9 വരെയാണ്. 3 to 9 വരെയാണ്. സോ ഇത് നമുക്ക് ഇനി കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഏരിയ ഈസ് ഇക്വൽ ടു, നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലായിടത്തും 2/3 ഉണ്ട്. അത് കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ 2/3 into 2 4/3 എന്ന് വരും. ബ്രാക്കറ്റിനകത്ത് 9 + y all raised to 3/2. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 9 + 3 12 ക്യൂബ് ചെയ്തിട്ട് അതിന് അതിൻ്റെ റൂട്ട് എടുക്കണം. സോ നമ്മൾക്കത് സിമ്പിളായി പറയാൻ പറ്റും. 12 മൈനസ് 9 ക്യൂബ്, അത് -27 എന്ന് വരും. എഗെയിൻ പ്ലസ് അടുത്തത് നോക്കാം. അവിടെ നമ്മൾക്ക് 9 - 3 എന്ന് പറഞ്ഞാൽ 6. അങ്ങനെയാണെങ്കിൽ 6√6 6√12 എന്നല്ല ആയിരിക്കാം വരാ. അല്ല, 6√6. ദെൻ എഗെയിൻ ഇവിടെ അതിൽ മാറ്റമില്ല. -27. അടുത്തത് മൈനസ് ഇവിടെ അപ്പർ ലിമിറ്റ് എടുത്തു കൊടുത്താൽ 0 എന്ന് വരും. സോ ഇത് പ്ലസ് ആയി വരും. പ്ലസ് 6√6 എന്ന് കിട്ടും. പ്ലസ് 6√6 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ആൻസർ. സോ ഏരിയ ഈസ് ഇക്വൽ ടു 4/3 into 12√12 - 27. നമുക്കൊരു കാര്യം ചെയ്യാം. 12√12 6√6 + 6√6 എന്ന് പറഞ്ഞാൽ പ്ലസ് 12√6 ആണ്. -27 എന്ന് പറഞ്ഞാൽ -54 ആണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ചാലഞ്ചിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സിംപ്ലിഫിക്കേഷൻ തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾക്ക് 4 into 12 ചെയ്താൽ 48. 48/3 എന്ന് പറഞ്ഞാൽ 16 ആണ്.
സോ നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഓപ്ഷൻസ് ചെക്ക് ചെയ്യാത്തതിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. 8 ഉണ്ട്, 4 കോമൺ ആയി എടുത്തതുണ്ട്. സോ ഇത് ഇവിടെയുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതിന് പകരം ഈ ബ്രാക്കറ്റ് അകത്തോട്ടിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇവരിവിടെ 12√12നെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. സോ ബൈ ലുക്കിംഗ് അറ്റ് ദി ഓപ്ഷൻ ഐ ഫീൽ ലൈക്ക് 8 ഇവിടെ പുറത്ത് 8 വരണം. സോ അവിടെ പുറത്ത് 8 വരുന്നുണ്ടെങ്കിൽ √12 അത് 4 into 3 എന്ന് എഴുതാം. സോ 2√3 എന്ന് എഴുതാം. അത് അങ്ങനെ പുറത്ത് എഴുതി പോവുകയാണെങ്കിൽ 8 into 4√3 പ്ലസ് 2√6 മൈനസ് 9 എന്ന് കിട്ടും. 2√6 12 ആണ്. സോ നമുക്ക് ഓപ്ഷൻ ഡി ആയിരിക്കുക. ഡി ആണ് നമ്മുടെ ആൻസർ. സോ ഇതിനെ നമ്മൾക്ക് സിമ്പിളായി എഴുതുവാണെങ്കിൽ 8 into 4√3 പ്ലസ് 2√6 മൈനസ് 9 എന്ന് എഴുതാം. ഓക്കെ, ഇത് അവസാനത്തെ ചാലഞ്ചിങ് പാർട്ടാണ്. സോ ഇവിടെ എനിക്കും കൂടി എഴുതാൻ ചാലഞ്ചിങ് ആയിരുന്നു, കാരണം ഞാൻ വേറൊരു സ്ലൈഡിൽ നിന്ന് നോക്കി എഴുതുന്നതാണ്. നിങ്ങളൊരു പേപ്പറിൽ ഒറ്റൊരു പേജിൽ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി ഇതിൻ്റെ ആൻസർ കിട്ടും. അത്രയും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഗ്രാഫും മോഡുലസ് ഇനീക്വാലിറ്റി സോൾവ് ചെയ്യാൻ കൂടി അറിയണം. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14 is സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ മീൻ ഓഫ് 100 ഒബ്സർവേഷൻ ഈസ് 50 and their standard deviation is 5. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ is equal to റൂട്ട് സിഗ്മ xi സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ. സിഗ്മ ഓൾറെഡി ഗിവൺ ആണ്. 5 is equal to റൂട്ട് സിഗ്മ xi സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് ഓൾ സ്ക്വയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബൈ n, n എന്ന് പറഞ്ഞാൽ 100 ആണ്. മൈനസ് എക്സ് ബാർ സ്ക്വയർ, എക്സ് ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 50 സ്ക്വയർ, ഇത് 2500 ആണ്. രണ്ട് സൈഡും സ്ക്വയർ എഴുതാൽ 25 പ്ലസ് 2500 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ xi സ്ക്വയർ കിട്ടും. സോ 2500 പ്ലസ് 25 2525 ഇൻറ്റു 100. സോ 252500. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. സോ ഇത് നല്ലൊരു ചോദ്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാം. അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോവാം. സിമ്പിൾ ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. ദ മിനിമം വാല്യൂ ഓഫ് എക്സ് ബൈ ലോഗ് എക്സ് ആണ് ചോദിച്ചത്. സോ ഒന്നും നോക്കണ്ട, അങ്ങനെ നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡെറിവേറ്റീവിനെ ഈക്വൽ ടു 0 ഈക്വേറ്റ് ചെയ്താൽ മതി. സോ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 1 ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ആണ്. മൈനസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ഇൻറ്റു എക്സ് 1 ആണ്, ബൈ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ. ഇത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ലോഗ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ലോഗ് എക്സ് എന്താവണം? 1 ആവണം. അത് 1 ആവണം, ഇയിലാണ്. സോ ആൻസർ ഇ ആണ്. അതാണ് ഇതിന്റെ മിനിമം വാല്യൂ. സിമ്പിൾ ആണ്. ഇവിടെ ഇതെങ്ങനെ സാറിന് മിനിമം എന്ന് മനസ്സിലായി, മാക്സിമം ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾക്ക് ഒരുപാട് പ്രാക്ടീസ് കൊണ്ട് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്ത് നോക്കാം, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിലൊക്കെ പോയി സ്ലോപ്പ് ഒക്കെ നോക്കി ചെക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താൽ ഉത്തരം കിട്ടും, പക്ഷെ ജയ് കിട്ടൂല. ഇവിടെ നമ്മൾ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ചെയ്യുന്ന ഉള്ളതാണ് ഇവിടെ കാര്യം. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 16. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 16. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ പീരീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു, സോ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു സൈൻ എക്സ് പ്ലസ് സൈൻ 5x പ്ലസ് നമുക്ക് സൈൻ 2x പ്ലസ് സൈൻ 4x ഓൾ ഡിവൈഡഡ് ബൈ കോസും കാറ്റഗറൈസ് ചെയ്യാം. കോസ് എക്സ് പ്ലസ് കോസ് 5x. എന്തിനാ കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും. കോസ് 2x പ്ലസ് കോസ് 4x എന്ന് എഴുതാം. സോ ഇവിടെ നോക്കൂ, സൈൻ എ പ്ലസ് സൈൻ ബി നമുക്കറിയാം. സോ ഇവിടെ 2 സൈൻ 3x കോസ് 2x എന്ന് വരും, പ്ലസ് 2 സൈൻ 3x കോസ് x എന്ന് വരും. ഇവിടെ നമ്മൾക്ക് 2 കോസ് 3x കോസ് 2x എന്ന് വരും, പ്ലസ് ഇവിടെ 2 കോസ് 3x കോസ് x എന്ന് വരും. ഓക്കെ, സോ ഇവിടെ നോക്കുക, നമുക്കറിയാം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോസ് 2x പ്ലസ് കോസ് x എന്തുണ്ട്? കോമൺ ആയിട്ടുണ്ട്. അത് നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കളയാം. സോ കോസ് 2x കോസ് x ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റൂല, പക്ഷെ കോമൺ ആയി പുറത്തെടുത്താൽ കട്ട് ചെയ്യാൻ പറ്റും. സോ 2 സൈൻ 3x 2 സൈൻ 3x 2 കോസ് 3x 2 കോസ് 3x ആണ് ശരിക്കും നമ്മൾ കോമൺ ആയി എടുക്കുന്നത്. അപ്പോൾ കോസ് 2x പ്ലസ് കോസ് x ബൈ കോസ് 2x പ്ലസ് കോസ് x ആണ് കട്ടായി പോണത്. സോ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ 3x ബൈ 2 കോസ് 3x, 2ഉം 2ഉം കട്ടാവും. സൈൻ 3x ബൈ കോസ് 3x എന്ന് പറഞ്ഞാൽ ടാൻ 3x ആയി മാറും. ടാൻ 3xന്റെ പീരീഡ് നമ്മൾക്കറിയാം
5/3 ആണ്. ഓക്കെ, സോ ഇതിവിടെ വരെ കിട്ടിയാൽ തന്നെ ആൻസർ എഴുതാൻ പഠിക്കണം. ഇവിടെ വെറുതെ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ 2 sin 3x കോമൺ ആയി എടുത്ത് cos 2x plus x കട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ഇങ്ങനെ നോക്കി ആൻസർ എഴുതാൻ പഠിക്കുക. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17. There are several tea cups in the kitchen, some with handles and other without handle. Handle ഉള്ളത് ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. The number of ways selecting one cup without a handle and one cup with a handle is exactly 36. So m into n 36 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് എന്ത് മിനിമം പോസിബിൾ നമ്പർ ഓഫ് കപ്പ് ആണ് ചോദിച്ചത്. സോ ടോട്ടൽ നമ്പർ ഓഫ് മിനിമം കപ്പ് എന്ന് പറഞ്ഞാൽ m plus n ആയിരിക്കും. നമ്മൾക്ക് ഇത് AMGM റിലേഷൻ വെച്ച് ചെയ്യാം. നമ്മൾക്കറിയാം m plus n by 2 will be greater than or equal to root mn. So greater than or equal to root mn എന്ന് പറഞ്ഞാൽ root 36 is equal to m plus n by 2. So m plus n greater than or equal to root 36 6 ആണ് 12 എന്ന് കിട്ടും. So the minimum possible number of cup എന്ന് പറഞ്ഞാൽ 12 ആണ്. വെരി ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18 എന്ന് പറഞ്ഞാൽ a pair of dice is thrown 5 times. For each throw, a total of 5 is considered a success. If probability of at least 4 success is k by 3 raised to 11, then k is equal to. പ്രോബബിലിറ്റിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, സിമ്പിൾ ആണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം. എ പെയർ ഓഫ് ഡൈസ് ത്രോ ചെയ്താൽ നമ്മുടെ സാമ്പിൾ സ്പേസിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 36 ഉണ്ടാവും. ഓക്കെ, ഫോർ ഈച്ച് ത്രോ എ ടോട്ടൽ ഓഫ് 5 ഈസ് കൺസിഡർഡ് എ സക്സസ്. അതായത് നമ്മുടെ ഇവന്റ് എടുക്കാം E1. ഓക്കെ, സമ്മ് 5 കിട്ടുന്നതൊക്കെ നമ്മൾ എന്താ എടുത്തു? സക്സസ് ആയി എടുത്തു. അങ്ങനെ വരുന്നത് ഏതൊക്കെയാന്ന് നോക്കാം. 1,4, 4,1, 2,3, 3,2 ഇതാണ് നമ്മുടെ സക്സസ്. സോ സാമ്പിൾ സ്പേസിൽ 36 ഉണ്ട്. സോ നമ്മുടെ റിക്വയർഡ് പ്രോബാബിലിറ്റി ഓഫ് E1 എന്ന് പറഞ്ഞാൽ 4/36 വിച്ച് ഈസ് നത്തിങ് ബട്ട് 1/9 എന്ന് വരും. നമ്മളോട് ചോദിച്ചത് എന്താണ്? ഇഫ് പ്രോബാബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 4 സക്സസ്. അറ്റ്ലീസ്റ്റ് 4 സക്സസ് എന്ന് പറഞ്ഞാൽ 2 കേസ് വരും. അതായത് പ്രോബാബിലിറ്റി ഓഫ് 4 സക്സസ് പ്ലസ് പ്രോബാബിലിറ്റി ഓഫ് 5 സക്സസ് വരും. ഇത് സം ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടണത്? k by 3 raised to 11. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രോബാബിലിറ്റി ഓഫ് 4 സക്സസ് എന്ന് പറഞ്ഞാൽ 4 സക്സസ്, ടോട്ടൽ 5 പ്രാവശ്യമാണ് നമ്മൾ എന്ത് ചെയ്യണത്? പെയർ ഓഫ് ഡൈസ് ത്രോ ചെയ്യണത്. സോ 4 സക്സസ് എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഫെയിലിയർ ആയിരിക്കും. സോ 4 സക്സസിനെ നമ്മൾക്കറിയാം 1/9 all raised to 4. 4 സക്സസിന്റെ പ്രോബാബിലിറ്റി ഇൻ ടു സക്സസ് അല്ലാത്ത പ്രോബാബിലിറ്റി അത് ലോസ് ആണ്. സോ അത് 8 ഫെയിലിയർ ആണ്. 8/9 എന്ന് എഴുതാം. പ്ലസ് പ്രോബാബിലിറ്റി ഓഫ് 5 സക്സസ് അതെന്താ? 1/9 all raised to 5 എന്ന് എഴുതാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഡയറക്ട്ലി ഇങ്ങനെ എഴുതാൻ പറ്റൂല. എ പെയർ ഓഫ് ഡൈസ് ഈസ് ത്രോൺ 5 times. സോ ഇവിടെ 4 സക്സസ് നമ്മൾ ചൂസ് ചെയ്യണം ഔട്ട് ഓഫ് 5. സോ ദാറ്റ് ഈസ് 5C4 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെയും നമ്മൾ ഇവിടെ 5C5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ നമ്മൾ പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതിൻ്റെ ആൻസർ എത്രയാ നോക്കാം. 5C4 എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം 5 തന്നെയാണ്. 5 × 8 40 ആണ്. സോ 40 + 1, സോ 41 എന്ന് വരും ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ നമുക്ക് 9 raised to 5 എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് എന്തിന് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്? k by 3 raised to 11. നമുക്കൊരു കാര്യം ചെയ്യാം. 41/9 raised to 5 എന്ന് പറഞ്ഞാൽ 3 raised to 10 ആണ്. സോ ഇതിനെ 3 raised to 11 ആയി ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 123/3 raised to 11 എന്ന് വരും. സോ ഇത് k by 3 raised to 11. സോ നമ്മുടെ k എന്ന് പറഞ്ഞാൽ 123 ആണ്. ഓപ്ഷൻ ബി ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രോബാബിലിറ്റിയിൽ നിന്നുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 9 പോവാം. യെസ്, അത് ബേസിക് മാത്ത് ആൻഡ് ലോഗരിതം എന്നൊരു ടോപ്പിക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ലോഗരിതത്തിന്റെ കോൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ആദ്യം എഴുതാം. ഭയങ്കര ലെങ്തി ആണ്. പ്രോപ്പർട്ടി അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റും. 2 + √3 all raised to 1/log ബേസ് a ആണ്. 2 - √3 + 1/log ബേസ് b ആണ്. √3 - 1/√3 + 1. ഇതിൻ്റെ ആൻസർ 1/12 ആണെന്ന് തന്നിട്ടുണ്ട്. ABR കോ പ്രൈം എന്ന് തന്നിട്ടുണ്ട്. A + B ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ ചെറിയ ചെറിയ സിംപ്ലിഫിക്കേഷൻ ആദ്യം ചെയ്യാം. നമ്മൾക്ക് √3 - 1/√3 + 1 കോഞ്ചുഗേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? 2 - √3 എന്ന് കിട്ടും. നമുക്ക്
അറിയുന്ന കാര്യമാണ്. ആൻഡ് അതേപോലെ വേറൊരു കാര്യം കൂടി ഓർക്കണം, 1/2 മൈനസ് √3 എന്ന് പറഞ്ഞാൽ അത് 2 പ്ലസ് √3 എന്നാണ്. ഇത് രണ്ടും അറിയെങ്കിൽ നമ്മൾക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ ഞാൻ അടുത്ത സ്ലൈഡിൽ പോയി ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സോ 1/log2 മൈനസ് √3 ബേസ് ചേഞ്ചിങ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ബേസ് ചേഞ്ചിങ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും, 1/log2 മൈനസ് √3 ടു ദി ബേസ് എനെ എനിക്ക് log a ടു ദി 2 മൈനസ് √3 ബേസ് ആക്കി എഴുതാം. സിമിലർലി 1/log b ടു ദി √3 മൈനസ് 1/√3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 മൈനസ് √3 എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിന് എനിക്ക് എന്ത് എഴുതാം, log 2 മൈനസ് √3 ബേസ് ആയി കൊടുത്ത് ബി എന്ന് എഴുതാം. സോ അത് രണ്ടും ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ log a ടു ദി ബേസ് 2 മൈനസ് √3 പ്ലസ് log b ടു ദി ബേസ് 2 മൈനസ് √3 ആഡ് ചെയ്യണം. നമുക്കറിയാം log a പ്ലസ് log b എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏത് ഫോമിലോട്ട് എഴുതാം, log ab എന്ന ഫോമിലോട്ട് എഴുതാം. സോ log ab ടു ദി ബേസ് 2 മൈനസ് √3. log ab ടു ദി ബേസ് 2 മൈനസ് √3 എനിക്ക് ഇങ്ങനെ എഴുതാം, log ab 2 മൈനസ് √3 എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് √3 ആണ്. അതിനെനിക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് log ab ടു ദി ബേസ് 2 പ്ലസ് √3 എന്ന് എഴുതാം. അതിനെനിക്ക് log ab ഇൻവേഴ്സ് 2 പ്ലസ് √3 എന്ന് എഴുതാം. ഇനി സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ഇനി ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് നിങ്ങൾ ഒറ്റയടിക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ല, ഒരു പേപ്പറും പെന്നും എടുത്ത് റെക്കോർഡിംഗ് കണ്ട് ചെയ്തു നോക്കുക. സോ 2 + 3 ഇത്രയും കാര്യത്തിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഇങ്ങനെ പറഞ്ഞാൽ ആരാണ്, log ab ഇൻവേഴ്സ് ടു ദി ബേസ് 2 പ്ലസ് √3. സോ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. സോ നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 2 പ്ലസ് √3 റേസ് ടു log 2 പ്ലസ് √3 ab ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/12 ആണ്. ഇവിടെ ബേസ് സെയിം ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ലോഗരിതം ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും. ഇത് കട്ട് ചെയ്താൽ നമ്മൾക്ക് 1/ab 1/12 എന്ന് തന്നിട്ടുണ്ട്, ab 12 രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് 12 ആണ്, രണ്ട് നമ്പറും പ്രൈം ആണെന്ന് തന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് 3 and 4 ആയിരിക്കും. അവരുടെ സമ്മാണ് ചോദിച്ചത്, അത് 7 ആയിരിക്കും. ലോഗ് a പ്ലസ് ബി ആണ് ചോദിച്ചത്. സോ ആൻസർ ഓപ്ഷൻ സി 7 ആണ്. ഓക്കെ, സോ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി വെച്ച് ചെയ്യണതാണ്. സോ ഇവിടെ ഈ കാര്യം നമ്മൾക്ക് അറിയണം, അല്ലെങ്കിൽ കോൺജുഗേറ്റ് എടുത്ത് ട്രൈ ചെയ്യാം. എനിക്ക് ഒരുപാട് പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റി. ആൻഡ് ബാക്കി പറയണ ബേസ് ചേഞ്ചിങ് പ്രോപ്പർട്ടീസ് അറിയണം, റെസിപ്രോക്കൽ വെച്ച് ബേസ് ചേഞ്ച് ചെയ്യണതൊക്കെ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20 പോവാം. ഇത് പ്രോബാബിലിറ്റിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. സോ ഈ ഒരു ചോദ്യത്തിൽ പറയണത് 2 പേരുണ്ട്, പ്ലെയർ എ ആൻഡ് പ്ലെയർ ബി. 2 പേരും ഒരു ഗെയിം കളിക്കുവാണ്. ഗെയിം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, പെയർ ഓഫ് ഡൈ ഉണ്ട്. പെയർ ഓഫ് ഡൈ ത്രോ ചെയ്യുമ്പോൾ അതിൽ സമ്മ് 6 കിട്ടിയാൽ എ വിൻ ചെയ്യും. അതേപോലെ സമ്മ് 7 കിട്ടിയാൽ ബി വിൻ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ വിൻ ചെയ്യാനുള്ള പ്രോബാബിലിറ്റിയാണ് ചോദിച്ചത്. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം, സമ്മ് 6 കിട്ടാൻ എത്ര കേസ് ഉണ്ട് എന്ന് നോക്കാം. നമുക്കറിയാം 2, 4, 4, 2, 3, 3, 1, 5, 5, 1. ഇത്രയും കേസസ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് 5/36 കേസസ് ഉണ്ട് സമ്മ് എന്ത് കിട്ടാൻ, 6 കിട്ടാൻ. അതുപോലെ തന്നെ സമ്മ് 7 കിട്ടാൻ എത്ര കേസസ് ഉണ്ട് എന്ന് നോക്കാം. നമ്മൾക്ക് 1, 6, 6, 1, 3, 4, 4, 3, 5, 2, 2, 5. 6 കേസസ് ഉണ്ട്. സോ 6/36 is equal to 1/6 കേസസ് ഉണ്ട് സമ്മ് 7 കിട്ടാൻ. ഇനി നമ്മളോട് ചോദിച്ചത് പ്രോബാബിലിറ്റി ഓഫ് എ വിന്നിങ് ദി ഗെയിം ആണ് നമ്മളോട് ചോദിച്ചത്. പ്രോബാബിലിറ്റി ഓഫ് എ വിന്നിങ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി, റിക്വയർഡ് പ്രോബാബിലിറ്റി is equal to, നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്ലെയർ എ ആണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യണത്. സോ എ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ആദ്യം എ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ആർക്ക് ജയിക്കാം, എക്ക് ജയിക്കാം. അപ്പൊ അതിനുള്ള ചാൻസ് എത്രയാന്ന് ചോദിച്ചാൽ 5/36.
5/36. അവിടെ ഗെയിം കഴിഞ്ഞു, ഓർ അവിടെ ഗെയിം കഴിഞ്ഞില്ല. ദാറ്റ് മീൻസ് ആദ്യം എ കളിച്ചു, എ തോറ്റു. എ കളിച്ചു, എ തോൽക്കാനുള്ള പ്രോബാബിലിറ്റി എന്താ? 31/36. ഓക്കെ. ഇൻടു വേറെ എന്ത് സംഭവിക്കാം? ബി കളിച്ചു, ബിയും തോറ്റു. ബി ജയിക്കാനുള്ള പ്രോബാബിലിറ്റി 1/6. സോ ഇൻടു 5/6 എന്ന് വരും. പിന്നെ എ ജയിക്കണമെങ്കിൽ തേർഡ് അറ്റംപ്റ്റിലെ ആര് ജയിക്കുള്ളൂ? എ ജയിക്കുള്ളൂ. സോ ഇൻടു 5/36. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എ എപ്പോഴും ഓഡ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിലെ ജയിക്കുള്ളൂ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എ ജയിക്കാം, കാരണം സെക്കൻഡ് അറ്റംപ്റ്റ് ബി ആണ് കളിക്കണേ. തേർഡ് ഗെയിം ആരാ കളിക്കണേ? എ. പിന്നെ 4, 5. സോ അടുത്ത കേസിലോട്ട് എന്ത് പോവാം? ആദ്യം എ ഗെയിം കളിക്കുന്നു, എ പൊട്ടുന്നു. ബി ഗെയിം കളിക്കുന്നു, ബി പൊട്ടുന്നു. എഗെയിൻ എ ഗെയിം കളിക്കുന്നു, എ പൊട്ടുന്നു. ബി ഗെയിം കളിക്കുന്നു, ബി പൊട്ടുന്നു. എന്നിട്ട് അവസാനം ആര് കളിക്കുന്നു? എ കളിക്കുന്നു, എ എന്ത് ചെയ്യുന്നു? ജയിക്കുന്നു. ഇത് എക്സെട്രാ ഇത് എവിടെ വരെ പോവും? ഇൻഫിനിറ്റി വരെ പോവും. ഇതാണ് നമ്മുടെ റിക്വയർഡ് പ്രോബാബിലിറ്റി. സോ എവിടെയാണോ എ ജയിക്കണത് അവിടെ ഈ ഗെയിം സ്റ്റോപ്പ് ചെയ്യും. സോ ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. ഈ പ്രോബാബിലിറ്റിയുടെ ഇത് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും. സം ഓഫ് ഇൻഫിനൈറ്റ് ടേംസ് ഓഫ് എ ജി പി ആണ്. വിത്ത് ഫസ്റ്റ് ടേം 5/36 വിത്ത് കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ ഇവിടെ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 31/36 ഇൻടു 5/6 ആണ് ഇവിടെ കോമൺ റേഷ്യോ. അതിനെ നമ്മൾ എന്ത് ചെയ്യണില്ല? സിംപ്ലിഫൈ ചെയ്യണില്ല. സോ നമ്മൾക്കറിയാം സം ഓഫ് ഇൻഫിനൈറ്റ് ടേംസ് ഓഫ് എ ജി പി എന്ന് പറഞ്ഞാൽ a/1 മൈനസ് r ആണ്. സോ ദാറ്റ് ഈസ് 5/36/1 മൈനസ് 31 ഇൻറ്റു 5, 155 by 216. So this is nothing but 5/36 by 216 minus 155. 216 minus 155 എന്ന് പറഞ്ഞാൽ 16 plus 45, 61/216 എന്ന് കിട്ടും. So this is nothing but 5/36 into 216/61. So 36 ones are 36, 6 are. So the answer will be 30/61. 30/61 ആയിരിക്കും എൻ്റെ ആൻസർ, ഓപ്ഷൻ ഡി. ഇത് നല്ലൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സ്ഥിരം അഡ്വാൻസിലും ചോദിക്കാറുണ്ട്, മെയിൻസിലും ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് സീക്വൻസ് ആൻഡ് സീരീസും പ്രോബബിലിറ്റിയും കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യം. ഇത് ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് പ്രോബബിലിറ്റി ഓഫ് എ വിന്നിംഗ് ആണ് ചോദിച്ചത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എ ജയിക്കണം എന്ന് യാതൊരു ഉറപ്പുമില്ല. സോ എ ആദ്യത്തെ അറ്റംപ്റ്റിൽ ജയിക്കാം, അല്ലെങ്കിൽ എ ആദ്യത്തെ അറ്റംപ്റ്റിൽ പൊട്ടാം, ബി പൊട്ടാം. എന്നിട്ട് എ എപ്പോഴേ ജയിക്കുള്ളൂ? തേർഡ് അറ്റംപ്റ്റിൽ ജയിക്കും. പിന്നെ എന്ത് ചെയ്യാം? എ ആദ്യത്തെ അറ്റംപ്റ്റിൽ പൊട്ടാം, ബി പൊട്ടാം, എ പൊട്ടാം, ബി പൊട്ടാം. പിന്നെ എ എപ്പോഴേ ജയിക്കുള്ളൂ? ഫിഫ്ത്ത് അറ്റംപ്റ്റ്. ആൻഡ് ഇറ്റ് വിൽ ക്യാരി ഓൺ അൺടിൽ എ വിൻസ് ദി ഗെയിം. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ. സോ 20th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, ഇനി 5 more ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21 പോവാം. ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ഒരു കേർവ് തന്നിട്ടുണ്ട്, അത് 3,3 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഏരിയ റിലേറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. സോ ഇതാണ് എൻ്റെ x = 3 എന്നുള്ളൊരു സ്ട്രൈറ്റ് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ദി y ആക്സിസ്. എൻ്റെ റിക്വയർഡ് കേർവ് ഇതാണ്. എൻ്റെ കേർവ് 3,3 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പോയിന്റിനെ ഞാൻ x,0 എന്ന് വിളിക്കുന്നു, ഈ ഒരു പോയിന്റിനെ 3,0 എന്ന് വിളിക്കുന്നു. ഇതാണ് എൻ്റെ റിക്വയർഡ് ഏരിയ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ എഴുതാൻ പറ്റും ഇൻ്റഗ്രൽ 3 to x f(x) dx എന്ന് പറഞ്ഞാൽ ആരാണ്? അങ്ങനെ പറഞ്ഞാൽ y/x³ എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ദെൻ ഐ എം ഗോയിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. ഇതൊന്ന് സ്ലൈറ്റ്ലി റീഅറേഞ്ച് ചെയ്യുകയാണ്. ഇൻ്റഗ്രൽ 3 to x f(x) dx ഈസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ f³ ആണ്, y³ എന്ന് പറഞ്ഞാൽ by x³. ഇത് റീഅറേഞ്ച് ചെയ്താൽ x³ ഇൻറ്റു ഇൻ്റഗ്രൽ 3 to x f(x) dx ഈസ് ഈക്വൽ ടു f³ എന്ന് കിട്ടും. ഇവിടെ രണ്ട് സൈഡും എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ RHS ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഇവിടെ വലിയ പണി ഉണ്ടാവില്ല, കാരണം എല്ലാവർക്കും അറിയാം f³ ന്റെ ഡെറിവേറ്റീവ് 3f² ഇൻറ്റു f'
ലെഫ്റ്റ് സൈഡ് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇത്തിരി പണിയാണ്, കാരണം ലെബ്നിറ്റ്സ് തിയറം നമ്മൾക്ക് അറിയണം. സോ അതറിയാത്ത ആൾക്കാർ പഠിക്കുക, അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡ്യൂ ടു ടൈം കൺസ്ട്രെയിൻ നമ്മളത് ചെയ്യണില്ല. സോ എക്സ് ക്യൂബ് ഇൻറ്റു ഇൻറ്റഗ്രൽ 3 to x എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് 3x സ്ക്വയർ ഇൻറ്റു എഫ് ക്യൂബ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് കിട്ടും. ലെബ്നിറ്റ്സ് തിയറം അറിയുന്നുണ്ടെങ്കിൽ നമുക്കത് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും. അതിനെ നമ്മൾ ഒന്നും കൂടി അറേഞ്ച് ചെയ്യുകയാണ്, അതായത് എഫ് ഓഫ് എക്സ് ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ y എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് 3y സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ്, ആർ എച്ച് എസും എൽ എച്ച് എസും സ്ലൈറ്റ്ലി ഇൻ്റർചേഞ്ച് ചെയ്തതാണ്. എനിക്ക് എക്സ് ക്യൂബ് വൈ പ്ലസ് 3y ക്യൂബ് ബൈ എക്സ് എന്ന് കിട്ടും. എക്സ് ക്യൂബ് 3y ക്യൂബ് ബൈ എക്സ് എന്ന് കിട്ടും. ഇതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്യാം. ഒന്നുകൂടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 3xy dy ബൈ ഡി എക്സ് ഇസിക്കൽ ടു എക്സ് റേസ് ടു 4 പ്ലസ് 3y സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനേ ഉള്ളൂ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടി നമ്മൾക്കൊരു കാര്യം ചെയ്യാം. y സ്ക്വയറിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2y dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി ടി ആയിരിക്കും. അതിവിടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾക്കിവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. സോ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വിൽ ബി ഗെറ്റിംഗ് ഡി ടി ബൈ ഡി എക്സ് മൈനസ് 2/x ടി ഇസിക്കൽ ടു 2/3 എക്സ് ക്യൂബ് എന്ന് കിട്ടും. ഇത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ആ ഒരു സ്റ്റെപ്പും കൂടി ഞാൻ അവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ ആസ്, ഇവിടെ ഇൻറ്റഗ്രേറ്റൽ ഫ്രാക്ഷൻ 1/x സ്ക്വയർ എന്ന് കിട്ടിയാൽ വിൽ ബി ഗെറ്റിംഗ് ആൻസർ ടി ബൈ എക്സ് സ്ക്വയർ ഇസിക്കൽ ടു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി എന്ന് കിട്ടും. ആൻഡ് കഴിഞ്ഞ സ്ലൈഡിൽ വൈ സ്ക്വയറിനെ നമ്മൾ ടി എന്നാണ് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇസിക്കൽ ടു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി എന്ന് കിട്ടും. ആൻഡ് ഇൻ ദി ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദിസ് ഈസ് പാസിംഗ് ത്രൂ ദി പോയിന്റ് 3,3. സോ 3,3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വാട്ട് വിൽ ബി ഗെറ്റിംഗ് ഈസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 9/9 1 ഇസിക്കൽ ടു 9/3 പ്ലസ് സി കിട്ടും. 9/3 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 1 മൈനസ് 3. സോ വിൽ ബി ഗെറ്റിംഗ് സി ഇസിക്കൽ ടു -2 എന്ന് കിട്ടും. സി -2 എന്ന് കിട്ടിയാൽ എൻ്റെ ഇക്വേഷൻ എനിക്ക് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇസിക്കൽ ടു എക്സ് ക്യൂബ് ബൈ 3 - 2 എന്ന് എഴുതാം. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് അവർ ഇക്വേഷൻ പാസസ് ത്രൂ ആൽഫ കോമ 6√10. സോ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആൽഫ കോമ 6√10 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വാട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് ഈസ്, അതിനു മുമ്പ് ഞാൻ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ആയി വിൽ ബി ഗെറ്റിംഗ് 3y സ്ക്വയർ ഇസിക്കൽ ടു എക്സ് റേസ് ടു 4 മൈനസ് 6x സ്ക്വയർ. എന്നിട്ട് ഈ ആൽഫ കോമ 6√10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഐ വിൽ ബി ഗെറ്റിംഗ് ആൽഫ റേസ് ടു 4 മൈനസ് 6 ആൽഫ സ്ക്വയർ. സോ 6√10 all raised to 4. സോ 6 into 6 36 216 1080 എന്ന് കിട്ടും. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഐ മീൻ 4th ഡിഗ്രി ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക്കിലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആൽഫയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ദി വാല്യൂ ഓഫ് ആൽഫ വിൽ ബി ഈക്വൽ ടു 6. ഇത് ഞാൻ നേരത്തെ സോൾവ് ചെയ്ത ക്വസ്റ്റൻ ആയതുകൊണ്ട് എനിക്ക് ആൻസർ ഓർമ്മയുണ്ട്, അങ്ങനെ ഡയറക്റ്റ് എഴുതിയതാണ്. ഇത് ഷോർട്ട് ലൈവ് ആണ്. നമ്മൾ ഈ ഒരു റെക്കോർഡഡ് വീഡിയോയിൽ ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടേക്കിംഗ് മോർ ദാൻ 15 minutes. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് കണ്ടുപിടിക്കാനുണ്ട്, സോൾവ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ലെബനിറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാനുണ്ട്. അതാണ് ഇവിടുത്തെ ട്രിക്കി പാർട്ട്. സോ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ഇവിടെ ആൻസർ എഴുതിയതാണ്. ഇവിടെ ഈ ഒരു സ്റ്റെപ്പും കൂടി ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ആൽഫ കൂടി കണ്ടുപിടിച്ചു. ആൽഫ ഇസിക്കൽ ടു 6 എന്ന് കിട്ടി. ഇത്രേ ഉള്ളൂ ഈ ഒരു ചോദ്യം. ടഫ് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചാൽ ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. ഓക്കെ, സോ വിൽ ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 22. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22 പോവാം. ദ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദി കർവ് y ഇസിക്കൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് ഇ ആൻഡ് ദി കോർഡിനേറ്റ് ആക്സിസ്. സോ ആദ്യം തന്നെ ഗ്രാഫ് വരക്കാം. സോ ഈ ഒരു പോയിന്റ് 0,1 ആയിരിക്കും. നമ്മുടെ ഫംഗ്ഷൻ ലോഗ് ഓഫ് എക്സ് പ്ലസ് ഇ ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് ഇ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് നമ്മൾക്കറിയാം 1 മൈനസ് ഇ, 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഏരിയ. സോ അവർ ഏരിയ ഇസിക്കൽ ടു
integral 1 minus e to 0 log of x plus e dx. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. സോ എക്സ് പ്ലസ് ഇ ഇസ് ഇക്വൽ ടു ടി എന്ന് വരാം. സോ ഡി എക്സ് ഇസ് ഇക്വൽ ടു ഡി ടി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് ഏരിയ ടി ലോഗ് ടി മൈനസ് ടി, ലോവർ ലിമിറ്റ് 0 1 മൈനസ് ഇ, അപ്പർ ലിമിറ്റ് 0 എന്ന് വരും. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ റിക്വയർഡ് ഏരിയ 1 സ്ക്വയർ യൂണിറ്റ് എന്ന് കിട്ടും. സിമ്പിളാണ്, ഒരു 1.5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ബേസിക് ആയിട്ടുള്ള റിസൾട്ട്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ലിമിറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 ax മൈനസ് ബ്രാക്കറ്റ് e raised to 4x minus 1 all divided by ax into e raised to 4x minus 1 എക്സിസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് അതിന്റെ വാല്യൂ ഈക്വൽ ടു ബി ആണ്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് a മൈനസ് 2b. ഓക്കെ ഫൈൻ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എൽ ഹോസ്പിറ്റൽ റൂൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ദിസ് ഈസ് ഓഫ് ദി ഫോം 0/0. സോ ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് a മൈനസ് e raised to 4x ഡെറിവേറ്റീവ് കിട്ടും. 4e raised to 4x എന്ന് കിട്ടും. അത്രേ അവിടെ ചെയ്യാനുള്ളൂ. ഡിനോമിനേറ്ററിൽ നമ്മൾക്ക് എന്തും കൂടിയുണ്ട്, പ്രൊഡക്റ്റ് റൂളും കൂടി അപ്ലൈ ചെയ്യാനുണ്ട്. ax ഇൻറ്റു e raised to 4x മൈനസ് 1 ഉണ്ട്. സോ അവിടെ axന്റെ ഡെറിവേറ്റീവ് a ആണ്, ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ e raised to 4x മൈനസ് 1 പ്ലസ് e raised to 4xന്റെ ഡെറിവേറ്റീവ് 4e raised to 4x ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ അതെന്താണ് ax. ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 a മൈനസ് 4e raised to 4x ഡിവൈഡഡ് ബൈ a e raised to 4x മൈനസ് a പ്ലസ് 4ax e raised to 4x എന്ന് വരും. ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ 0/0 എന്ന് വരണം എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. വിച്ച് മീൻസ് ഇവിടുന്ന് ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. a മൈനസ് 4 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് എയുടെ വാല്യൂ നമ്മൾക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. a 4 ആയിരിക്കണം. a 4 ആയാൽ മാത്രമേ നമ്മൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 4 എയുടെ ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് 4 e raised to 4x ഡെറിവേറ്റീവ് നമ്മൾക്കറിയാം മൈനസ് 16 e raised to 4x ഓൾ ഡിവൈഡഡ് ബൈ a e raised to 4x ഡെറിവേറ്റീവ് അറിയാം 4a e raised to 4x. മൈനസ് എയുടെ ഡെറിവേറ്റീവ് 0 ആണ്. പ്ലസ് 4ax ഇൻറ്റു e raised to 4x. എഗെയിൻ ഇനി എന്ത് അപ്ലൈ ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ. സോ 4ax e raised to 4x. സോ 4a e raised to 4x പ്ലസ് 16ax e raised to 4x എന്ന് വരും. ഓക്കെ, ഐ തിങ്ക് ഇപ്പോൾ നമ്മുടെ 0/0 ഫോം പോയി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾക്ക് അവർ ആൻസർ വിൽ ബി മൈനസ് 16/8 എന്ന് കിട്ടും. മൈനസ് 16/8 എന്താണെന്ന് ഓൾറെഡി ഗിവൺ ആണ്, ബി എന്ന് തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ 4 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൈനസ് 16/32 എന്താണ്, ബി ആണ്. ദാറ്റ് മീൻസ് ബിയുടെ വാല്യൂ മൈനസ് 1/2 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചത് a മൈനസ് 2b ആണ്. a എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 4 മൈനസ് 2 ഇൻറ്റു മൈനസ് 1/2 ആണ് നമ്മളോട് ചോദിച്ചത്. സോ മൈനസ് 2 ഇൻറ്റു മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ പ്ലസ് 1 ആണ്. സോ 4 പ്ലസ് 1. സോ അവർ ആൻസർ വിൽ ബി ഇസിക്കൽ ടു 5. 5 ആണ് നമ്മുടെ ആൻസർ. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് എല്ലാ ഹോസ്പിറ്റൽ റൂൾ നോർമലായിട്ട് ഡിഫറൻസിയേഷൻ അറിയുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 24. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24 പോവാം. നമ്മൾക്കൊരു മാട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്നൊരു മാട്രിക്സ് 1AA 0 1B അതേപോലെ 0 0 1. a raised to n ഗിവൺ ആണ് 148 2160 0196 001. സോ ഇതുപോലത്തെ ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം a സ്ക്വയർ കണ്ടുപിടിക്കുക, എന്നിട്ട് a ക്യൂബ് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾക്കൊരു പാറ്റേൺ മനസ്സിലാവും. എയും ബിയും ഫോളോ ചെയ്ത് പോണ ഒരു പാറ്റേൺ മനസ്സിലാവും. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പാറ്റേണും അത് a raised to n പാറ്റേണും a raised to n കമ്പയർ ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് ദി വാല്യൂ ഓഫ് a n ആൻഡ് b. അത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആൻസർ കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ ഡയറക്റ്റ് സൊല്യൂഷൻ എഴുതി വെച്ചതാണ്. കാരണം മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് പോകാനുണ്ട്, ടൈം കൺസ്യൂമിങ് ആൻഡ് ലെങ്തി ആണ്. സോ നിങ്ങൾക്ക് തന്നെ ഒറ്റക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 25. നമ്മൾക്കൊരു എലിപ്സ് തന്നിട്ടുണ്ട്. എലിപ്സിന്റെ സെന്റർ ഗിവൺ ആണ്. സോ ഒരു റഫ് ഡയഗ്രാം വരക്കാം. എലിപ്സിന്റെ സെന്റർ ഗിവൺ ആണ്. സെന്റർ എത്രയാന്ന് തന്നിട്ടുണ്ട് 3, -4 എന്ന് തന്നിട്ടുണ്ട്. ഫോക്കസ് 4, -4 എന്ന് തന്നിട്ടുണ്ട്.
അതിൻ്റെ ഒരു വേർട്ടെക്സ് 5, എന്ന് ഗിവൺ ആണ്. ഓക്കെ, സോ ഇത് നമ്മൾക്ക് എന്താണെന്നറിയാം, എ ആണെന്നറിയാം, ഇത് എ ആണെന്നറിയാം. ഇനി ഡയറക്റ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. എ ഓൾറെഡി 2 ആണെന്ന് മനസ്സിലായി. എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 1/2 എന്ന് കിട്ടാം. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി കണ്ടുപിടിക്കാം. ബി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് ഇ സ്ക്വയർ ഇസിക്കൽ ടു 1 - b² എന്നറിയാം. 1/4 1 - b²/4 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് b² എത്രയാണെന്ന് കിട്ടും? b² 3 ആണെന്ന് കിട്ടും. ഓക്കെ, ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. x - 3 (² a² എത്രയാ? 4 പ്ലസ് y മൈനസ് നമ്മുടെ സെൻറ്റർ 4 ആണ്. ഓക്കെ, y + 4 (² b² എത്രയാ? 3 = 1 എന്ന് കിട്ടും. ഇനി നമ്മൾക്ക് ഈ ഒരു എലിപ്സിൻ്റെ ടാൻജൻറ്റ്, പക്ഷെ ഇവിടെ ഒരു ഇൻഫോർമേഷൻ കൂടി തന്നിട്ടുണ്ട്. mx - y = 4. ഓക്കെ, mx - y = 4 എന്ന് ഗിവൺ ആണ്. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ, നമ്മൾക്കത് ആവശ്യം വരും. നമ്മൾക്കൊരു കാര്യം ചെയ്യാം. നമ്മൾക്ക് എന്തിൻ്റെ ഇക്വേഷൻ അറിയാം? എലിപ്സിൻ്റെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ അറിയാം. ക്യാപിറ്റൽ Y = m × x ± a² m² + b² എന്നറിയാം. ഇവിടെ y എന്ന് പറഞ്ഞാൽ എന്താണ്? y + 4 ആണ്. സോ y + 4 = m × x എന്ന് പറഞ്ഞാൽ ആരാണ്? x - 3 ± √a² m² + b² ആണെന്ന് നമ്മൾക്കറിയാം. സോ y + 4 ഇതിനെ നമ്മൾക്ക് mx - 3m ± √a² m² + b² എന്ന് എഴുതാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, y അല്ല, നമ്മൾക്ക് ഇവിടെ mx - y = 4 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ mx - y - 4 എന്ന് പറഞ്ഞാൽ 0 എന്ന് കൂടി മനസ്സിലായി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ mx - y - 4 - 3m ± √a² m² + b² = 0 എന്ന് എഴുതാം. ഇതും ഫുള്ള് 0 ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് 3m ± √a² m² + b² എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. നമ്മൾക്ക് a² 2 ആണെന്നറിയാം, അല്ല a² 4 ആണെന്നറിയാം, b² 3 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ക്വയർ ചെയ്യാം രണ്ട് സൈഡും. സോ 3m² = a² m². സോ ദാറ്റ് ഈസ് 4m² + b² എന്ന് പറഞ്ഞാൽ 3 ആണ്. അങ്ങനെയാണെങ്കിൽ 3m² എന്ന് പറഞ്ഞാൽ 9m² = 4m² + 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് 5m² 3 എന്ന് കിട്ടും. നമ്മളോട് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? 5m²ൻ്റെ വാല്യൂ ആണ്. സോ ഇത് എലിപ്സിൻ്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ ആയിരിക്കും ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. സോ അത്രയാണ് നമ്മുടെ മാത്സ് ജെയ് സ്പ്രിൻറ്റ് ഈ ഒരു ഫുൾ മോഡൽ ടെസ്റ്റിൻ്റെ സൊല്യൂഷൻ. 25 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. അതിൽ ചില ക്വസ്റ്റ്യൻസ് ടഫ് ആയിരുന്നു, ചിലതൊക്കെ വളരെ ഈസി ആയിരുന്നു. മാട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഡയറക്റ്റ് സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്കൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് നമ്മൾ എഴുതിയിട്ടില്ല, ഒരുപാട് ലെങ്തി ആയി പോകും. സോ ദാറ്റ്സ് ഓൾ. സോ വിൽ സി യു ഇൻ അനദർ വീഡിയോ. സോ താങ്ക് യു ഓൾ.